വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ലൈവ് ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. ലൈവ് ഇന്ന് ഒരു അത്യുഗ്രൻ ട്രേഡ് ചെയ്തു. അതിൻ്റെ ലോജിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നാസ്ഡാക്കിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അത്യുഗ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഗ്രൻ, കാരണം ക്രിസ്റ്റൽ ക്ലിയർ എൻട്രി, ക്രിസ്റ്റൽ ക്ലിയർ ടാർഗറ്റ്, ആൻഡ് ടാർഗറ്റെ ഒന്ന് ടച്ച് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സായി. സോ ദിസ് വാസ് എൻ ഓസം ട്രേഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് അത് നടന്നതെന്ന് നോക്കാം. സോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ട്രേഡിൻ്റെ എൻട്രി. ഇവിടെയായിരുന്നു കറക്റ്റ് എക്സാക്ട്ലി 16,410 ട്രേഡ് എൻട്രി. നമ്മുടെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൃത്യം ഈ ഒരു പോയിന്റിൽ 16,358 എക്സിറ്റ് ആയി. അതിനുശേഷം റിവേഴ്സ് ചെയ്തു മാർക്കറ്റ്. സോ ഇപ്പോഴും ആ ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ദിവസം ഇതിപ്പം ഇന്ത്യൻ ടൈമാണ്, 14 ഡിസംബർ 12:19 AM രാത്രി വെളുപ്പിന്. അപ്പോൾ ഇതുണ്ടോ ടൈം ഇവിടെ കിടക്കുന്നുണ്ടോ? ഇത് മാർക്കറ്റ് ഇപ്പോഴും റണ്ണിങ് ആണ്. ഇതുണ്ടോ ലൈവ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാസ്ഡാക്കിൻ്റെ സമയം 13:50 ഇൻ്റർനാഷണൽ ടൈം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത്. അപ്പം ഞാനിത് ആക്ച്വൽ ട്രേഡ് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ആ സെയിം ടൈം നമ്മളിവിടെ കണ്ടിന്യൂസ് റെക്കോർഡിങ്, ആ ഒരു സെഷൻ്റെ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്. സോ ആ റെക്കോർഡിംഗ് ആണ് ഇതിപ്പം 14 ഡിസംബറിന് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ മോളിൽ കിടക്കുന്നത്. ഇത് നമുക്ക് ഇപ്പം വന്നിരിക്കുന്ന ഇതാണ് ആ റെക്കോർഡിങ്. സോ ഇതിനകത്ത് വോയിസ് ഇല്ല. ജസ്റ്റ് ഞാൻ ആ സമയത്ത് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതുണ്ട്, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം കാണാൻ പറ്റും. 13 ഡിസംബർ 9:33 PM ആണ് ഇന്ത്യൻ ടൈം. അന്നേരമാണ് ഈ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കാണ് എൻട്രി ഡൺ എന്ന് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ എൻട്രി ഡൺ. ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ ഇതിന് ജസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ്, ബിക്കോസ് ഇവിടെ നേരെ ഈ ഗ്രീൻ ക്യാൻഡിലിൽ ആക്ച്വലി എൻട്രി എടുക്കേണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തേനും സമയം കഴിഞ്ഞു. ഞാൻ ഇത് പ്ലാൻ ചെയ്ത് എഴുതിയും എന്ന് കമ്പ്യൂട്ടർ ലെവൽസ് നോക്കി തിരിച്ചു വന്നപ്പോഴത്തേനും എൻട്രി മിസ്സാവില്ല. പിന്നെ ആ റെഡ് ഡേയിലോട്ട് തന്നെ എടുത്തു. പിന്നെ ഇച്ചിരി സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃത്യം എൻട്രി എടുത്തു. ഇതാണ് എൻട്രി പ്ലാൻ ചെയ്യുന്ന സ്ക്രീൻ. അതിനുശേഷം ഇത് ഒരു കറക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ ഇത് മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഈ ലൈവിൻ്റെ ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ നമ്മുടെ എൻട്രിയുടെ സിനാരി ഇതുണ്ട്. 16,420 16,413 മാർക്കറ്റ് ഇരിക്കുന്നത്. 410 നമ്മുടെ എൻട്രി. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ട്, കുറച്ചൊന്ന് കയറുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ കവർ ചെയ്തിട്ടില്ല. സോ ഇത് ഞാൻ ഇച്ചിരി സ്പീഡിൽ കാണിക്കാം. ഉണ്ടോ, അതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ട് ഇത് എടുത്ത് ഈ സമയത്ത് എൻട്രി കഴിഞ്ഞ ശേഷം വി ആർ ലൈവ്, യു ആർ വാച്ചിങ് ലൈവ് ട്രേഡ് റെക്കോർഡഡ് സെഷൻ. ഈ സെഷൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാനിവിടെ അത് ടൈപ്പ് ചെയ്ത് വെച്ചാണ്. അതിനുശേഷം മാർക്കറ്റ് പോകുന്നു, താഴോട്ട് പോരുന്നു. ഇവിടെ ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂസ് റെക്കോർഡിങ് ഇട്ടു. പിന്നെ ഞാൻ മൊബൈലിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് എങ്ങനെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ അതിനുശേഷം മുകളിലേക്ക് പോകുന്നു, കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഇല്ല, ഇവിടെ നിങ്ങൾ ടൈം സ്റ്റാമ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ടുള്ള എൻട്രിയുടെ കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം താഴോട്ട് വരുന്നു. കാരണം ഇതിങ്ങനെ ഇടത്തോട്ട് പുള്ള് ചെയ്ത് പോകുമ്പോഴത്തേനും ഇവിടുന്ന് ഞാനത് കയറ്റി ഇടുന്നുണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് ഒരു ഫ്ലിക്കറിങ് പോലെ വരുന്നത് കണ്ടോ. പിന്നെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഇത് പിന്നെ ഞാൻ അങ്ങോട്ട് വലിച്ചിടുന്നുണ്ടായിരുന്നു. പിന്നെയും ഞാനത് ടൈം സ്റ്റാമ്പ് 3 മിനിറ്റ് എന്നുള്ളത് ആക്കി, കാരണം ഇതൊരു കുഞ്ഞൊരു വിൻഡോയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മളുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നു. സോ എക്സാക്ട്ലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ട്രേഡ് കട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ എൻട്രി. സോ ക്രിസ്റ്റൽ ക്ലിയർ പെർഫെക്റ്റ് പിക്ചർ പെർഫെക്റ്റ് എൻട്രി നമുക്ക് ഇതിനെ വിളിക്കാം. അതാണ് ഇതിനകത്ത്. ഇതാണ് നമ്മുടെ ട്രേഡ് പ്ലാനിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ ചുമ്മാ കാണിക്കുന്നത്. ഇതുപോലത്തെ എത്രയോ ട്രേഡ് സെറ്റപ്പുകൾ ഞാൻ ട്രേഡ് ചെയ്ത് ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കുന്നു. സംടൈംസ് നമ്മൾ ഫെയിലാകുന്ന ട്രേഡ് സെറ്റപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫെയിൽ ഓർ വിൻ ഡസൻ മാറ്റർ. നമുക്ക് വലിയ സന്തോഷം വേണ്ട, ഭയങ്കര ദുഃഖം വേണ്ട. സി ദിസ് ഈസ് എ ക്വാളിറ്റി ഓഫ് ദ ട്രേഡ് സെറ്റപ്പ്. അപ്പോൾ ഇതായിരുന്നു കംപ്ലീറ്റ് റെക്കോർഡിങ്. ഞാൻ റെക്കോർഡിങ്ങിൻ്റെ കംപ്ലീറ്റ് സെഷൻ ഇതിൻ്റെ ബാക്കി സെഷനായിട്ട് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ലോജിക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ലോജിക്. ആദ്യം നമ്മൾ ഡേയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഡെയിലി കൺവേർട്ട് ചെയ്യുമ്പം നാസ്ഡാക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ, ഏറ്റവും ഹയസ്റ്റ്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഓപ്പൺ ആയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ആയി. അപ്പോൾ അപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടൊരു സംഭവം, ഒരു സെയിം പ്രോസസ്സിൽ മാർക്കറ്റ് ഏറ്റവും ഹയർ റേറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ട്രേഡ് ചെയ്തിരുന്നു. സോ അങ്ങനത്തെ സമയത്ത് മാർക്കറ്റ് സർട്ടൻ സിംറ്റംസ് കാണിക്കും. ആ സിംറ്റംസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മളിവിടെ 1 അവറിൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുന്നു. 1 അവർ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഇത് ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ വലിയ റേഞ്ചസോ കാര്യങ്ങളോ ഒന്നും നമുക്കധികം കാണാൻ പറ്റില്ല. ബിക്കോസ് ഇതെന്താണ്, ഒരു സ്കൈയിൽ കയറി ട്രേഡ് ചെയ്ത് നിൽക്കുന്ന പോലെ, ആകാശത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് ടെക്നിക്കൽ ലെവൽസ് ഒന്നുമില്ല. സോ നമ്മൾ നോക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് എന്ത് സിംറ്റമാണ് അവിടെ കാണിക്കുന്നത്, എന്തെങ്കിലും വീക്ക്നസ് കാണിക്കുന്നത്. ഇത്രയും ഹൈയിൽ ട്രേഡ് ചെയ്യുമ്പോൾ വീക്ക്നസ് ഉണ്ടോ നമ്മൾ നോക്കി കണ്ടുപിടിക്കുകയാണ്. സോ നമ്മൾ വരുന്നത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുന്നു. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതാണ് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ. സോ നമ്മൾ എൻട്രി എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇനി 1 മിനിറ്റിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ എക്സാക്ട്ലി ഈ ഗ്രാഫ് എന്താണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് കയറി, അതിനുശേഷം താഴേക്ക് വരുവാണ്. സോ
ഫസ്റ്റ് പോയിന്റ് എന്താണ് ഇതിനകത്ത് സെല്ലിംഗ് സൈഡ് കാണിക്കുന്നത് നോക്കണം. ഇതുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഇട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ആ ഇംബാലൻസ് ക്ലിയർ ഓഫ് ചെയ്ത് കളയുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. വീണ്ടും സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ അടുത്ത മൂവ്മെൻറ്റിൽ ഒരു ഇംബാലൻസോടുകൂടി മാർക്കറ്റ് താഴേക്ക് വരുന്നു. സോ ഇറ്റ്സ് എ സൈൻ ഓഫ് സെല്ലിംഗ് ആണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് സെല്ലിംഗ്. പക്ഷേ ഇവിടെ കുറച്ച് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫ്ലോ ഉണ്ട്, സ്ട്രക്ചറൽ റീഅലൈൻമെൻ്റ് ഉണ്ട്, സ്ട്രക്ചറൽ ഡയറക്ഷണൽ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു മാക്രോ സ്ട്രക്ചർ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും ഏകദേശം ആ ഒരു സ്ട്രക്ചറൽ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പിടികിട്ടും. അപ്പം ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ എക്സ്പേർട്ട് ലെവലിലേക്കുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ ഒരു 10-15 വീഡിയോ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ഇതിനകത്തെ ക്ലാരിറ്റി കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചേച്ച് വന്നാൽ ഇത് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ, അത് പഠിച്ചിട്ട് വന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്നാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് പറയുന്നത് വേസ്റ്റ് ആയിരിക്കും. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പം പറഞ്ഞു പോകാം. സോ ആക്ച്വലി അങ്ങനെ ഞാൻ പറയുമ്പോൾ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡെപ്തിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാനത് എക്സ്പ്രസ് ചെയ്താലും നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു വാട്ട് എവർ ഈസ് പോസിബിൾ. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാൻ പറ്റും അതിനകത്തു നിന്നുള്ളത് ഈ ഒരു ലൈവ് വാച്ച് ചെയ്യുന്നതോടുകൂടി ഇത്രയും സമയം കളഞ്ഞ് വാച്ച് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനകത്ത് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ടൈം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെല്ലിംഗ്. അതിനുശേഷം താഴേക്ക് വരുന്നു. വീണ്ടും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഇംബാലൻസ് ഇട്ട് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ടൈപ്പ് ഓഫ് ഓർഡർ ലോഡിംഗ് അല്ല, ഓർഡർ ബീങ് റിലീസ്ഡ് ഇൻ ടു ദ മാർക്കറ്റ് അല്ലേ. അത് പെട്ടെന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രിഗറാണ് ഈ ഇങ്ങനത്തെ ഹ്യൂജ് സെല്ലിംഗ് അവിടെ വരുന്നത്. അപ്പോൾ ഇതൊരു ഹെൽത്തി സൈൻ അല്ല. അതിനുശേഷം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു, വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമതൊരു ബൈയിങ് മൊമെൻറ്റം വരുവാണ്. ബെയറിഷ് ഓർഡർ ഫ്ലോ ടേൺഡ് ഇൻ ടു ബുള്ളിഷ് ഓർഡർ ഫ്ലോ. അപ്പം ബുള്ളിഷ് ഓർഡർ ഫ്ലോ വരുമ്പോഴത്തേനും ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്ക്. ബിക്കോസ് എന്താണ് ഓർഡർ ബ്ലോക്ക് ആകാൻ കാരണം? ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഒരു മൈനർ ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ പഴയ നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഇതും മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഓർഡർ ബ്ലോക്ക് ക്രിയേഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് നോക്കി വീണ്ടും ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഇത് വരുന്നു. അപ്പം ടൈപ്പ് ഓഫ് ബൈയിങ് വരുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് ലെവൽ ഓഫ് ബൈയിങ് വീണ്ടും മുകളിലേക്ക് കയറിപ്പോകുന്നു. അതിനുശേഷം സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ഇവിടെ സെല്ലിങ് വരുന്നുണ്ട്. സോ ഇവിടെ സെല്ലിംഗ് ഉണ്ട്, പിന്നെ അടുത്ത ഇവിടെ ബൈയിങ് ഉണ്ട്, ഇവിടെ സെല്ലിംഗ് ഉണ്ട്, ഇവിടെ സെല്ലിംഗ് ഉണ്ട്, വീണ്ടും സബ്സീക്വൻറ്റ് ബൈയിങ് വരുന്നുണ്ട്. സോ ഇവിടം വരെ മാർക്കറ്റ് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ ഈ സ്ട്രക്ചറൽ സെറ്റപ്പ് പ്രകാരം ഇവിടെ ഒരു ബൈയിങ്, ഇവിടെ ഒരു ബൈയിങ്, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ബൈയിങ്, ഇവിടെ ഒരു ബൈയിങ്, ഇവിടെ ഒരു ബൈയിങ്, രണ്ട് ബൈയിങ്, പിന്നെ ഇവിടെ ഒരു ബൈയിങ്, 3 ബൈയിങ്. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 3 ബൈയിങ്, ഇവിടെ ഇത് ബൈയിങ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ പോകുന്നതാണ്. സോ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തൊന്നും നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഗ്രാഫ് കാണുമ്പം ഈ ഗ്രാഫ് എന്താണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ആപ്പാടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ് കാണുമ്പോൾ വീക്ക്നെസ് ആണോ അതോ സ്ട്രെങ്ത് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് കാണുമ്പോഴത്തേനും വീക്ക്നെസ് ഈസ് മോർ ദാൻ സ്ട്രെങ്ത് അങ്ങനെ തോന്നുന്നില്ലേ? ബിക്കോസ് പ്രൈസിൻ്റെ ഇൻ ടേംസ് ഓഫ് ദ പ്രൈസ് ഡെലിവറി ഓർ ഇൻ ടേംസ് ഓഫ് ദ പ്രൈസ് മൂവ്മെൻറ്റ് എന്താണ്? പ്രൈസ് മൂവ്മെൻറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റമുള്ള ഷാർപ്പ് ഫോൾ. വേറെ ബൈയിങ് സെനാരിയിലോട്ട് വരുമ്പോൾ അത്രയില്ല. സെല്ലിംഗ് സെനാരിയിലേക്ക് വരുമ്പോൾ ഷാർപ്പ് മൂവ്മെൻറ്റ്, എഗെയിൻ സെല്ലിംഗ് സെനാരിയിലേക്ക് വരുമ്പോൾ ഷാർപ്പ് മൂവ്മെൻറ്റ്, എഗെയിൻ ബൈയിങ് സെനാരിയിലേക്ക് വരുമ്പോൾ ഷാർപ്പ് മൂവ്മെൻറ്റ് അല്ല, എഗെയിൻ സെല്ലിംഗ് സെനാരിയിലേക്ക് വരുമ്പോൾ ഷാർപ്പ് മൂവ്മെൻറ്റ്, എഗെയിൻ ബൈയിങ് മൂവ്മെൻറ്റ്. ഓക്കെ, നൗ ലെറ്റ് us see ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും മാർക്കറ്റ് നമ്മൾ ഈ സ്ട്രക്ചറൽ സെറ്റപ്പ് കണ്ടുപിടിക്കുമ്പോഴത്തേനും എന്താണ് നോക്കുന്നത്? സോ നമ്മളിവിടെ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്ലാൻ ചെയ്തപ്പോൾ എന്താണ് നോക്കിയത്? ഈ ഒരു പർട്ടിക്കുലർ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്നൊരു സബ്സിക്വൻറ്റ് ഫോൾ വന്നു. സോ നാച്ചുറലി ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു പർട്ടിക്കുലർ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിലെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഓർഡർ ബ്ലോക്കിലെ ലാസ്റ്റ്, ബിക്കോസ് ഈ ഓർഡർ ബ്ലോക്ക് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പം ഈ ക്യാൻഡിലിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. അതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ടച്ച് ചെയ്യുമോ അതിനകത്തൂടെ കയറി പോകുന്നതിനാണ് ഈ വോളിയം, അതുപോലെ തന്നെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ട്രിഗർ ചെയ്യിപ്പിക്കുന്ന മൂവ്മെൻ്റ് ആണ് ഇതെല്ലാം. അപ്പം ലാസ്റ്റ് ഇവിടുത്തെ ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു?
ഈ ക്യാൻഡിലിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും ആ ക്യാൻഡിൽ, ഇതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്കിനെ ജസ്റ്റ് വന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ, ഇത് പെനിട്രേറ്റ് ചെയ്യുന്നില്ല. സോ ടച്ച് ചെയ്യുന്നു എന്നർത്ഥം ഇതിനെ, ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെ ആക്ച്വലി പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സൈനിൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് 83+ ആയി. കാരണം അവിടെ പൗല് സംതിങ് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടാവുന്നല്ലോ, അപ്പോൾ അതിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് പെട്ടെന്ന് ന്യൂസ് ബേസ്ഡ് റാലിയാണിത് ആക്ച്വലി. അപ്പം ഇതാണ് ഇപ്പോൾ ഇതിനെ ആ സമയത്ത് റെസ്പെക്ട് ചെയ്തു. അപ്പോൾ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് വീണ്ടും വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നോക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഒരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിലും, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സ്വിംഗ് സ്ട്രക്ചർ, ഇവിടെ ഒരു സ്വിംഗ് സ്ട്രക്ചർ, ഇവിടെ ഒരു സ്വിംഗ് സ്ട്രക്ചർ, ഏത് ഫോം ചെയ്യുകയാണെങ്കിലും നമ്മൾ ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് 70% ഓഫ് ദ ടൈം മാർക്കറ്റ് വിൽ കം ബാക്ക് എത്രയാണ്, 61 to 78% റിട്രേസ്മെൻറ്റിലേക്ക് കയറി വരും. ഇതെവിടെയാണ് വന്നാക്കുന്നത്, 61 78 നമുക്ക് ഇവിടെ എൻട്രി ഇവിടെയാണ്. പക്ഷെ നമ്മൾ എൻട്രിക്ക് തയ്യാറായി വന്നപ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ താഴെ ഇറങ്ങി വന്നു, ഇവിടെ ഓൾറെഡി താഴോട്ട് വന്നു മാർക്കറ്റ്. അപ്പം ഇവിടെ നമ്മൾക്ക് ഇതാണ് നമ്മളുടെ റിട്രേസ്മെൻറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ക്യാൻഡിൽ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓൾറെഡി മനസ്സിലായി ഇവിടെ 78% ഓൾറെഡി അവിടുത്തെ റിട്രേസ്മെൻറ്റ് ഫെയിൽ ആയി എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴും എന്താണ് സംഭവിച്ചേക്കുന്നത്, ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിലും എന്താണ്, ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും നമ്മളുടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, 78%-നും ഇവിടെ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി അല്ലേ, ഇതങ്ങ് കളഞ്ഞേക്കാം. സോ ദിസ് ഈസ് 78%. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ എത്രയാണ്, 61-നും 78%-നും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ പോലും ഇതാണ് നമ്മളുടെ മിഡിൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു ലൈൻ ഇടുവാണെങ്കിൽ പോലും എത്രയാണ് നമ്മളുടെ ഇത് കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് എൻട്രി, ഈ ഒരു ലൈനാണ് നമ്മുടെ പോകുന്ന ലൈൻ 78. സോ എക്സാക്ട്ലി 78% ഓൾസോ ബിക്കോസ് ഇറ്റ്സ് എ പ്രീമിയം സോൺ അല്ലേ. ആ പ്രീമിയം സോണിൽ ആക്ച്വലി നമ്മൾ ഇവിടെ വെച്ചായിരുന്നു എൻട്രി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ എൻട്രി റിവേഴ്സ് ആയിന്ന് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ഇവിടെ വെച്ചായിരിക്കണം ഏകദേശം നമ്മൾ എൻട്രി എടുക്കുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രീമിയം സോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ നമ്മൾ ആ സമയത്ത് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആസ് പെർ ദ സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഒരു പ്രീമിയം സോണിലാണോ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ബിക്കോസ് നമ്മുടെ വ്യൂ സെല്ലിംഗ് ആണ്. അപ്പോൾ ഈ സെല്ലിംഗ് സോണിൽ നിൽക്കുമ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റായിട്ട് ആണെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് പ്രകാരം യു ഹാവ് ടു സ്റ്റാൻഡ് ഇൻ എ പ്ലേസ് വെയർ ഇറ്റ് ഈസ് എ പ്രീമിയം സോൺ. അപ്പോൾ ആ പ്രീമിയം സോണിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന അവിടെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏകദേശം 78 ആണല്ലോ. ഇൻ കേസ് 78 വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെറിയൊരു റിസ്ക് എടുത്തിട്ട് ട്രേഡ് എക്സിറ്റ് ചെയ്ത് കളയാമെന്നുള്ളൂ. പക്ഷേ ഇതൊരു സിംഗിൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു തോട്ട് പ്രോസസ്സാണ് ഇതിൻ്റെ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ എൻട്രി ലെവലിൽ വന്നാക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ആണെങ്കിലും ഈ സ്വിംഗ് സ്ട്രക്ചർ പ്രകാരമാണെങ്കിലും നമ്മൾ 78% മാർക്കറ്റ് കയറി വന്നപ്പോഴാണ് ഇവിടെ ആണെങ്കിലും ഇവിടുന്ന് റിജക്ഷൻ കണ്ടപ്പോഴാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമ്മൾ മാർക്കറ്റിൽ വളരെ പേഷ്യൻസോട് കൂടി ഇരിക്കുക, അതിനുശേഷം മാർക്കറ്റിൽ നമ്മൾ ഇത് ചെയ്യുക. പിന്നെ ഈ ട്രേഡ് ചെയ്തതിനകത്ത് മാർക്കറ്റിൻ്റെ അഡ്വാൻസ് ലെവലിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി ആവും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ട്രേഡ് സെറ്റപ്പ് എങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് റീസണിങ്ങും കൂടെ ഉണ്ട്, അത് പിന്നീടുള്ള ലെസൺസിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് അതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ റെക്കോർഡിംഗ് ഇടുമ്പോഴത്തേനും ആ സെനാരിയോസ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും. സോ ഞാനൊരു ചെറിയ തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്. ഇതായിരുന്നു ആ ട്രേഡിൻ്റെ ഇത്. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്ന് എക്സാക്ട്ലി നമ്മുടെ ടാർഗറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പം അത് ന്യൂസ് ബേസ്ഡാണ്. ഇപ്പോൾ തിരിച്ച് കയറിപ്പോയത് കണ്ടോ, മാർക്കറ്റ് ഒരു പോക്ക് പോയി. ഇപ്പം സിംഗിൾ ക്യാൻഡിലിൽ 100 പോയിന്റ് കയറിപ്പോയി. സോ നമ്മളിവിടെ എക്സിറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. സോ അതാണ് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ. സോ നമ്മളുടെ ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നോക്കി നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് ലൈൻ ഇതായിരുന്നു. സോ എന്താണ് ടാർഗറ്റ്, ആക്ച്വലി ഇൻ കേസ് മാർക്കറ്റ് വന്ന് താഴെ ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ പോലും നമ്മൾ വെച്ചിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2 പോയിന്റും കൂടെ ഉള്ളൂ. അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അത് ഏത് മാർക്കറ്റിലാണെങ്കിലും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുപോയിട്ട് ഗ്യാപ്പ് ഇത് വെക്കുക, ടാർഗറ്റ് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, മാർക്കറ്റ് അതിനോട് അനുബന്ധിച്ച് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തേക്കാം. ഇൻ കേസ് മാർക്കറ്റ് നമുക്ക് ഇവിടെ റിവേഴ്സ് പ്രോസസ്സിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ മാർക്കറ്റ് ഇവിടെ നേരെ താഴോട്ട് വരുമല്ലോ, ഇങ്ങനെ വരുമല്ലോ. ഇൻ കേസ് വന്ന് നമുക്ക് വീണ്ടും ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം
ഈ ലെഗ് പിന്നെ പുൾ ബാക്ക് ചെയ്ത് മുകളിലേക്ക് കയറി വരും. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കണം. വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷൻ താഴോട്ട് അടുത്ത ട്രേഡ് എടുക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു ട്രേഡ് സെറ്റപ്പിൽ നമ്മൾ അല്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. ബിക്കോസ് ഗ്യാപ്പ് അപ്പ് സെനാരിയോ എന്ന് പറയുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം ഇവിടെ മാർക്കറ്റ് വന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന സെനാരിയോ വരുമ്പോൾ മാത്രമേ ഞാൻ എൻട്രി ചെയ്യാവുള്ളൂ. അല്ലാതെ ചുമ്മാതെ നമ്മളിരുന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓർത്ത് ചെയ്യണം. ഇതാണ് ഇതിനകത്ത് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ. സോ നമ്മൾ മാർക്ക് ചെയ്താക്കുന്ന ഏരിയയിൽ നമ്മൾ ഇത് വരുമ്പോഴത്തേനും നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഈ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ, ഈ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ദ ആർട്ട് ഓഫ് ട്രേഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണിത് ചെയ്യുന്നെന്നുള്ളത് നമുക്ക് ആ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഓരോ ക്യാൻഡിൽസ്റ്റിക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ് വേണോ വേണ്ടേ കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അത് ഈ വീഡിയോ നിങ്ങൾ മാസ്റ്റർ ചെയ്തുകൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മളുടെ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ക്യാൻഡിൽസ്റ്റിക് മൈക്രോ ഡീറ്റെയിലിംഗ്, നാനോ ഡീറ്റെയിലിംഗ്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ഈ കാര്യങ്ങൾ ഈ 3 ലെസൺസും മസ്റ്റായിട്ടും നമ്മൾ എത്ര പ്രാവശ്യം നിങ്ങൾ കണ്ടാലും അത് വേസ്റ്റ് ഓഫ് ടൈം അല്ല. അത് നമ്മളെ ട്രേഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ മാർക്കറ്റ് 117 പോയിന്റ് കയറിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ഷോർട്ട് പൊസിഷൻ ഉടനെ തന്നെ ഇത് ഫോം ചെയ്യുന്നതായിരിക്കും. ഞാൻ റെക്കോർഡ് ചെയ്യാം. ട്രേഡ് കിട്ടുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം. മേ ബി മാർക്കറ്റ് ഒരു സൈൻസ് ഓഫ് ഷോർട്ടിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് ഇങ്ങനെ കയറി പോകുന്നു. അതിനുശേഷം ഇവിടെയാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വരുന്നു, വീണ്ടും ഇവിടെ കയറി വരുന്നു, വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ കയറി വരുമ്പോൾ ഷോർട്ട്. ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ വീഡിയോ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ പുതിയത് വരുന്നുണ്ട്. അതൊരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതും പഠിക്കുക. അതുപോലെ തന്നെ കമൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ കമൻറ്റ് എഴുതുക. കമൻറ്റാണ് എൻ്റെ ഊർജ്ജം. താങ്ക് യു വെരി മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.